നമ്മുടെ വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം അവരിൽ നിന്ന് കണ്ണൊന്ന് തെറ്റിയാൽ എന്ത് സംഭവിക്കാമെന്നതിന്റെ ഭീതിതമായ ഉദാഹരണമാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. 1.5 വയസ്സുകാരനായ വൻഷ് എന്ന കുട്ടി താൻ കളിച്ചുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കളിപ്പാട്ടം അപ്പാടെ വിഴുങ്ങിയ വാർത്ത കേവലം ഒരു അപകട വാർത്തയല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള മാതാപിതാക്കൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. വലിപ്പമേറിയതും കൈകാലുകളുള്ളതുമായ ഒരു പ്ലാസ്റ്റിക് ഹൾക്ക് പ്രതിമയാണ് കുഞ്ഞിന്റെ ആമാശയത്തിനുള്ളിൽ കുടുങ്ങിയത്. വൈദ്യശാസ്ത്രത്തിന് പോലും വെല്ലുവിളിയായ ഈ കേസ് എങ്ങനെയാണ് ഡോക്ടർമാർ കൈകാര്യം ചെയ്തതെന്നും ഇത്തരം സന്ദർഭങ്ങളിൽ നാം പുലർത്തേണ്ട ജാഗ്രത എന്താണെന്നും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. അപകടം സംഭവിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിലാണ്. വൻഷ് പെട്ടെന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഛർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് അമ്മ ഭവികാബെൻ പന്തികേട് മണത്തത്. കുട്ടി കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങളിൽ ഒന്ന് കാണാനില്ല എന്ന തിരിച്ചറിവും കുഞ്ഞിന്റെ ശരീരഭാഷയും കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഉടനടി കുഞ്ഞിനെ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച കുടുംബത്തിന് എക്സ്റേ ദൃശ്യങ്ങൾ കണ്ട് വിശ്വസിക്കാനായില്ല. ഒരു ചെറിയ കഷ്ണമോ മുത്തോ അല്ല, മറിച്ച് തലയും ഉടലും കൈകാലുകളുമുള്ള ഒരു പൂർണ്ണ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കളിപ്പാട്ടമായിരുന്നു ആ കുഞ്ഞു വയറിനുള്ളിലിരുന്നത്. സാധാരണഗതിയിൽ ഇത്രയും വലിപ്പമുള്ള ഒരു വസ്തു ഒരു കുഞ്ഞിന്റെ തൊണ്ടയിലൂടെ ആമാശയത്തിലേക്ക് എത്തുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. എന്നിട്ടും അത് സംഭവിച്ചു എന്നതായിരുന്നു ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഈ ശസ്ത്രക്രിയ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ആമാശയത്തിന്റെയും അന്നനാളം തുടങ്ങുന്നിടത്തുമുള്ള വാൽവുകളിലായിരുന്നു. ആമാശയത്തിനുള്ളിൽ വായു ഉള്ളതുകൊണ്ട് എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് കളിപ്പാട്ടത്തെ മുറുക്കി പിടിക്കാൻ ഡോക്ടർമാർ ഏറെ ബുദ്ധിമുട്ടി. കളിപ്പാട്ടത്തിന്റെ ഓരോ ഭാഗവും പിടിക്കുമ്പോൾ അത് വഴുതിപ്പോയിക്കൊണ്ടിരുന്നു. കളിപ്പാട്ടത്തിന്റെ കൈയോ കാലോ പിടിച്ചു വലിച്ച് പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ അത് വാൽവിൽ കുടുങ്ങുകയും ആ ഭാഗത്തെ കോശങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യുമായിരുന്നു. അതിസൂക്ഷ്മമായ നീക്കങ്ങളിലൂടെ അതീവ ക്ഷമയോടെ കളിപ്പാട്ടത്തിന്റെ ഒരറ്റം എൻഡോസ്കോപ്പിൽ കോർത്താണ് ഡോക്ടർമാർ അത് പുറത്തെടുത്തത്. ഒരു നിമിഷം പാളിയാൽ കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങൾ കീറിപ്പോകാൻ സാധ്യതയുള്ള വളരെ അപകടം പിടിച്ച ഒരു പ്രക്രിയയായിരുന്നു അത്. ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതങ്ങളാണ്. കളിപ്പാട്ടം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമായിരുന്നു. കുടൽ മുറിയാനോ തടസ്സമുണ്ടാകാനോ ഉള്ള സാധ്യത അങ്ങനെയെങ്കിൽ വളരെ കൂടുതലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ വയറ് കീറിയുള്ള ശസ്ത്രക്രിയ അല്ലാതെ മറ്റൊരു പോംവഴിയുണ്ടാകില്ല. എന്നാൽ ഡോക്ടർ രാകേഷ് ജോഷിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം എൻഡോസ്കോപ്പിയിലൂടെ തന്നെ അത് വിജയകരമായി പൂർത്തിയാക്കി വൻഷിന് പുനർജന്മം നൽകി. പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നത് കുട്ടി എന്തെങ്കിലും വിഴുങ്ങിയാൽ അത് മലത്തിലൂടെ താനെ പൊയ്ക്കൊള്ളുമെന്നതാണ്. എന്നാൽ പ്ലാസ്റ്റിക് വസ്തുക്കളോ ബാറ്ററി പോലുള്ള ലോഹങ്ങളോ ഒരിക്കലും അത്തരത്തിൽ പുറത്തു പോകില്ലെന്ന് മാത്രമല്ല, അവ ജീവന് തന്നെ ഭീഷണിയാകുകയും ചെയ്യും. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുമ്പോൾ അവയുടെ വലിപ്പവും ഗുണനിലവാരവും ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചെറിയ ഭാഗങ്ങൾ വേർപെട്ടു പോകുന്നതോ പെട്ടെന്ന് വിഴുങ്ങാൻ സാധിക്കുന്നതോ ആയ കളിപ്പാട്ടങ്ങൾ നൽകരുത്. വിപണിയിൽ ലഭിക്കുന്ന പല കളിപ്പാട്ടങ്ങളിലും അവ ഉപയോഗിക്കേണ്ട പ്രായപരിധി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് ഗൗരവമായി തന്നെ കാണണം. കുഞ്ഞിന്റെ പെരുമാറ്റത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും നിരീക്ഷിക്കുന്ന അമ്മയുടെ ജാഗ്രതയാണ് വൻഷിന്റെ കാര്യത്തിൽ വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. കളിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു കാണാതാവുകയും കുട്ടി അസ്വസ്ഥത കാണിക്കുകയും ചെയ്താൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടാൻ മടിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിലാണ്. കളിപ്പാട്ടങ്ങൾ ഒരു വിനോദോപാധി എന്നതിലുപരി കുഞ്ഞുങ്ങളുടെ ശാരീരിക സുരക്ഷയെ ബാധിക്കുന്ന ഒന്നുകൂടിയാണെന്ന് ഓർക്കുക. വൻഷിന്റെ ഈ അനുഭവം ഒരു പാഠമായി ഉൾക്കൊണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ചുറ്റുപാടുകളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ നാം ശ്രദ്ധിക്കണം. മെഡിക്കൽ സയൻസിന്റെ അത്ഭുതകരമായ വളർച്ചയും ഡോക്ടർമാരുടെ നൈപുണ്യവും ഒരു ജീവൻ രക്ഷിച്ചുവെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഏറ്റവും പ്രധാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.